നവംബർ മാസത്തെ ആനുകാലിക സംഭവങ്ങളടങ്ങുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീടുകൾ സന്ദർശിച്ച് 30 വയസ്സിന് മുകളിലുള്ളവരെ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിനായി കർണാടക സർക്കാർ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന പദ്ധതി ഗൃഹ ആരോഗ്യ പദ്ധതി. 60 വയസ്സിന് മുകളിലുള്ള കിടപ്പ് രോഗികളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതി. വയോസ്വാന്തനം. ലോകത്തിലെ ആദ്യത്തെ ചിക്കുൻ ഗുനിയ പ്രതിരോധ വാക്സിൻ ഇസ്ക്-ചിക്. ചാറ്റ് GPT അടിസ്ഥാനമാക്കി മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച ബിങ് ചാറ്റിൻ്റെ പുതിയ പേര് കോപൈലറ്റ്. ദേശീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന മാങ്ങ ഇഞ്ചി ഇനം അമൃത്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സമ്പൂർണ്ണ ആധാർ എൻറോൾമെൻറ്റ് പൂർത്തിയാക്കിയ ആദ്യത്തെ ജില്ല വയനാട്. ഇന്ത്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരമാകാൻ ഒരുങ്ങുന്നത് കോഴിക്കോട്. ഇന്ത്യയുടെ ആദ്യത്തെ ഫുട്ബോൾ ടൂർണമെൻറ്റായ സന്തോഷ് ട്രോഫി ടൂർണമെൻറ്റ് ഇനി മുതൽ അറിയപ്പെടുന്നത് ഫിഫ സന്തോഷ് ട്രോഫി. 130 വർഷങ്ങൾക്കു ശേഷം പശ്ചിമഘട്ടത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഗവേഷണ സംഘം വീണ്ടും കണ്ടെത്തിയ പാമ്പിന് മൺപാമ്പ്. തുടർച്ചയായ ഭൂചലനത്തെ തുടർന്ന് 2023 നവംബറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഐസ്ലാൻഡ്. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 11-നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 14-നാണ് ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് മിത്രശക്തി 2023? ഇന്ത്യയും ശ്രീലങ്കയും. വേദി പൂനെ. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിൻ്റെ ഭാഗമായി മാലിന്യ സംസ്കരണത്തിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുവാൻ രൂപം നൽകിയ സംവിധാനം ഹരിതസഭ. കേരളത്തിൽ ആദ്യമായി ഹെലി ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് എവിടെയാണ്? കൊച്ചി. 2023 സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് ജേതാക്കൾ തൃശ്ശൂർ. വേദി കളമശ്ശേരിയായിരുന്നു. 2023 നവംബറിൽ അന്തരിച്ച നാസയുടെ ദൗത്യമായ അപ്പോളോയുടെ ഭാഗമായ ബഹിരാകാശ സഞ്ചാരി ഫ്രാങ്ക് ബോർമാൻ. 9ാമത്തെ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയായ ഇന്ത്യൻ നഗരം ഫരീദാബാദ്, ഹരിയാന. ലോക ശാസ്ത്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 10-നാണ് ലോക ശാസ്ത്രദിനം. ലോക അത്ലറ്റിക് സംഘടനയുടെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരത്തിൻ്റെ അന്തിമ പട്ടികയിൽ ഇടം നേടിയത് ആരാണ്? നീരജ് ചോപ്ര. കേരളത്തിൽ നിന്നും കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് നേടുന്ന ആദ്യത്തെ പട്ടികജാതി വനിത സങ്കീർത്തന ദിനേശ്. രാജ്യത്തെ 4700 നഗരസഭകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം വികസിപ്പിച്ച പോർട്ടൽ ഐന പോർട്ടൽ. 2023 നവംബറിൽ ഏതു രാജ്യത്തെ ക്രിക്കറ്റ് ബോർഡിൻ്റെ അംഗത്വമാണ് ICC സസ്പെൻഡ് ചെയ്തത്? ശ്രീലങ്ക. 2023 നവംബറിൽ ഒഡീഷ തീരത്തെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച മിസൈൽ പ്രളയ്. ഓൺലൈനിൽ കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളും ചൂഷണങ്ങളും തടയുവാൻ മെറ്റയും ഗൂഗിളും കൈകോർക്കുന്ന പദ്ധതി ലാൻഡൺ. 2023 ഉത്തരവാദിത്ത ടൂറിസം ഗ്ലോബൽ പുരസ്കാരത്തിന് അർഹമായ സംസ്ഥാനം കേരളം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗ് പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം കേരളം. ലോകത്തെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം ഡൽഹി. വിവാദമായതിനെ തുടർന്ന് പിൻവലിച്ച നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന ആത്മകഥ ആരുടേതാണ്?
ഡോക്ടർ എസ് സോമനാഥ്, VSSC ഡയറക്ടർ. പൂർണ്ണമായും ഇലക്ട്രോണിക് മാർഗത്തിലൂടെ ഓഫീസ് ഭരണം നിർവഹിക്കുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാല കാർഷിക സർവകലാശാല. IIT മദ്രാസ് സ്ഥാപിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് സാൻസിബാർ, ടാൻസാനിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉത്സവമായ സമ്മക്ക സരളമ്മ ജാത്ര ആഘോഷിക്കുന്ന സംസ്ഥാനം തെലുങ്കാന. കേരളത്തിലെ ഒന്നാമത്തെ ബാങ്കായി കേരള ബാങ്ക് മാറുകയെന്ന ലക്ഷ്യം അതിവേഗം കൈവരിക്കുന്നതിന് 7 മേഖലകളുടെ വളർച്ച ലക്ഷ്യമാക്കിയുള്ള പദ്ധതി മിഷൻ റെയിൻബോ 2024. തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മൈക്രോ സൈറ്റുകൾ രൂപീകരിക്കുന്ന സംസ്ഥാനം കേരളം. മലപ്പുറം ജില്ലയിൽ നടന്ന കുടുംബശ്രീ ബഡ്സ് കലോത്സവം ഏതു പേരിലാണ്? ശലഭങ്ങൾ 2023. കേരളീയത്തിൻ്റെ ഭാഗമായി വിവിധ ആദിവാസി വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി കേരള ഫോക്ലോർ അക്കാദമി തയ്യാറാക്കിയ ലിവിംഗ് മ്യൂസിയത്തിൻ്റെ പേര് ആദിമം. ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി ടൈം ഔട്ടായി പുറത്തായ ക്രിക്കറ്റ് താരം ആഞ്ചലോ മാത്യു, ശ്രീലങ്ക. 2023 വനസംരക്ഷണ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുന്നത് എന്ന് മുതലാണ്? 2023 ഡിസംബർ 1 മുതൽ. പ്രൈമറി സ്കൂൾ തലത്തിൽ എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി ബാല്യം അമൂല്യം. ഇലോൺ മസ്ക് അവതരിപ്പിച്ച പുതിയ AI ചാറ്റ് ബോട്ട് ഗ്രോക്ക്. ഡോക്ടർ MS സ്വാമിനാഥൻ്റെ പേര് പുനർനാമകരണം ചെയ്യുന്ന നെല്ല് ഗവേഷണ കേന്ദ്രം മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം, ആലപ്പുഴ. ഗോവയിൽ നടന്ന 37ാമത് ദേശീയ ഗെയിംസ് മെഡൽ നിലയിൽ 1ാമതെത്തിയ സംസ്ഥാനം മഹാരാഷ്ട്ര. കേരളം 5ാമത്. അടുത്ത ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡിലാണ് നടക്കുന്നത്. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജൈവ കാർഷിക മിഷൻ രൂപീകരിച്ചത് കേരള കാർഷിക വകുപ്പ്. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി രാജ്യത്തെ സ്കൂളുകളുടെ നവീകരണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി PM ശ്രീ. അഭിലാഷ് ടോമിക്ക് ശേഷം 2023 ഓഷ്യൻ ഗ്ലോബൽ റേസിൽ പങ്കെടുക്കുന്ന മലയാളി ധന്യ പൈലോ. 2035 സ്വന്തമായി ബഹിരാകാശ നിലയം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഇന്ത്യ. കോവിഡ് പശ്ചാത്തലത്തിൽ സൂക്ഷ്മാണു ഗവേഷണ വിപുലമാക്കാൻ സൂക്ഷ്മാണു പഠനത്തിനായുള്ള മൈക്രോ ബയോ സെൻറ്റർ സ്ഥാപിക്കുന്നത് തിരുവനന്തപുരം കിൻഫ്ര പാർക്ക്. 2023 ഡിസംബർ 31 വിവരാവകാശ നിയമം നടപ്പിലാക്കാൻ ഒരുക്കുന്ന കേരളത്തിലെ സംരംഭം കുടുംബശ്രീ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സാമരിയ. ദളിത് വിഭാഗത്തിൽ നിന്ന് ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ വ്യക്തി. അടുത്തിടെ പ്രകാശനം ചെയ്യപ്പെട്ട വാമൻ വൃക്ഷകല എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് PA ശ്രീധരൻപിള്ള. ഗോവ ഗവർണറായ അദ്ദേഹത്തിൻ്റെ 200ാമത്തെ പുസ്തകമാണിത്. 2023 ഏഷ്യൻ വനിതാ ഹോക്കി ചാമ്പ്യൻ ജേതാക്കൾ ഇന്ത്യ. കുട്ടികളെ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യയും ആത്മഹത്യാ പ്രവണതയും തടയാൻ ആത്മഹത്യ പ്രതിരോധ പദ്ധതിയായ സൗഹൃദ സമേതം പദ്ധതി ആരംഭിച്ച ജില്ല തൃശ്ശൂർ. 2023 ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജ നന്ദിനി ദാസ്. 2023 നവംബറിൽ ഭൂകമ്പം ഉണ്ടായ ഇന്ത്യയുടെ അയൽ രാജ്യം നേപ്പാൾ. 2022 സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയത് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ. 2023 നവംബറിൽ വടക്കു പടിഞ്ഞാറ് യൂറോപ്പിൽ വീശിയ കൊടുങ്കാറ്റ് സിയറാൻ കൊടുങ്കാറ്റ്. 2024 മുതൽ ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന പ്രമുഖ അമേരിക്കൻ വാഹന കമ്പനി ടെസ്ല. ഡോൾഫിനുകളുടെ സംരക്ഷണത്തിനും സമുദ്ര പരിസ്ഥിതിയെ ശക്തിപ്പെടുത്തുന്നതിനുമായി തമിഴ്നാട് സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി പ്രോജക്റ്റ് ഡോൾഫിൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് നിർമ്മിക്കുന്നത് എവിടെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിൽ.
2023 5ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിന് വേദി എവിടെയാണ്? തിരുവനന്തപുരം. വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാന വനിതാ വികസന വകുപ്പ് നൽകുന്ന പുരസ്കാരം ഉജ്ജ്വല ബാല്യ പുരസ്കാരം. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം 2023 ലഭിച്ച ഭാഷാ ചരിത്ര പണ്ഡിതനും നിരൂപകനുമായ വ്യക്തി ഡോക്ടർ എസ്.കെ. വസന്തൻ. കേരള ഗവൺമെൻറ് നൽകുന്ന പരമോന്നത പുരസ്കാരമായ 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ടി പത്മനാഭൻ സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക്. 2023 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? ജസ്റ്റിസ് എം ഫാത്തിമ ബീവി സിവിൽ സർവീസ് മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക്, സൂര്യ കൃഷ്ണമൂർത്തി കലാമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് ഏത് നഗരത്തെയാണ്? കോഴിക്കോട് നഗരം. സംഗീത നഗരമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് ഗ്വാളിയർ, മധ്യപ്രദേശ്. അമേരിക്കൻ കമ്പനിയായ ഹാർപ്പർ കോളിൻസ് നിഘണ്ടു 2023 വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് AI. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കറുടെ പ്രതിമ സ്ഥാപിച്ച സ്റ്റേഡിയം വാങ്കഡെ സ്റ്റേഡിയം, മുംബൈ. ശ്രീനാരായണ ഗുരുവിൻ്റെ കണ്ണാടി പ്രതിഷ്ഠാശില്പം സ്ഥാപിതമാകുന്നത് കനകക്കുന്ന്, തിരുവനന്തപുരം. ശില്പി ഉണ്ണി കാനായി. ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന സംസ്ഥാനത്തെ 2ാമത്തെ കളക്ടറേറ്റ് തിരുവനന്തപുരം. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യത്തെ കളക്ടറേറ്റ് കോട്ടയം. 2023 ഒക്ടോബറിൽ ലോക മനുഷ്യാവകാശ സംരക്ഷണ കമ്മീഷൻ ഡോക്ടറേറ്റ് നൽകി ആദരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ. 2023 ഭരണഭാഷാ പുരസ്കാരത്തിൽ മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ജില്ലയാണ്? മലപ്പുറം ജില്ല. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാന വ്യാപകമായി CBI നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ ചക്ര 2. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗ്രീൻ ട്രാൻസ്പോർട്ട് സംരംഭത്തിനുള്ള അവാർഡ് ലഭിച്ച വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ. മത്സ്യത്തൊഴിലാളികളെ ബ്ലേഡ് മാഫിയയുടെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കാൻ സഹകരണ വകുപ്പിൻ്റെ പദ്ധതി സ്നേഹതീരം. ഗോവയിൽ വെച്ച് നടക്കുന്ന 37ാമത് ദേശീയ ഗെയിംസ് കേരളത്തിൻ്റെ പതാക വഹിച്ച കായിക താരം സാജൻ പ്രകാശ് നീന്തൽ താരം. കേരള സർക്കാരിൻ്റെ സിനിമ ഓൺലൈൻ ബുക്കിംഗ് ആപ്പ് ഏതാണ്? എൻഡഷം.